മൽച്ചന്തേരിയിൽ ഇതാ വീണ്ടും ഒരു കിഡു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമ്പ്രിക് കോട്ടണിൽ 3 പീസ് സെറ്റും ഉണ്ട്. അതിൽ നമ്മൾ 2 പീസായിട്ടോ സിംഗിൾ ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ കോട്ടണിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്നൊരു 4 വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി കാണാം. അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സമയം പോവോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കാരണം ഒത്തിരി പേര് പുതിയ ആൾക്കാർ വരുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 3 നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു നമ്പറിൽ മാത്രം ഏതെങ്കിലും ഒരു നമ്പർ സേവ് ചെയ്യുക. പിന്നെ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും ഒന്ന് സേവ് ചെയ്യുക. അത് എന്തെങ്കിലും എമർജൻസി മാറ്റേഴ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാനാണ്. പക്ഷേ അതിൽ വർക്കിംഗ് അവേഴ്സിലേ വിളിച്ചാൽ കിട്ടുള്ളൂ. ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാം. ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ സ്ക്രീൻഷോട്ട് അയക്കുക. അതിനൊപ്പം തന്നെ എത്ര മീറ്റർ ആണ് അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അങ്ങനെ അയക്കില്ലേ. കാരണം പിന്നീട് മെസ്സേജ് അറ്റൻഡ് ചെയ്ത് അവൈലബിൾ ആണോ ചോദിച്ചാൽ അല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മെസ്സേജ് ചെയ്ത് മെറ്റീരിയൽ കഴിഞ്ഞു പോകും. പിന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ജസ്റ്റ് ഹായ് അല്ലെങ്കിൽ റിപ്ലൈ വന്നില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിലും ഈ നമ്പർ മുകളിലേക്ക് കയറിപ്പോകും. അവർ താഴേന്നായിരിക്കും നോക്കി വരിക. അപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് വീഡിയോ കഴിഞ്ഞൊരു 110, 115 മെസ്സേജ് അയച്ച ആൾ പോലും റിപ്പീറ്റഡ്ലി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ കുറേ താമസം വരും. ചിലപ്പോൾ ചില കിടു ഐറ്റംസ് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ചില ആൾക്കാർ ഇങ്ങനെ 3 നമ്പറിലും ഓർഡർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക, വെറുതെ സമയനഷ്ടമൊക്കെയാണത്. അപ്പോൾ സിംഗിൾ മെസ്സേജ് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നമ്മളെ ക്യാമ്പ്രിക് കോട്ടണിൽ 3 പീസ് സെറ്റ്, നമ്മുടെ ജനപ്രിയ താരം കോട്ടണിൽ 3 പീസ് സെറ്റ്. നമ്മളെ കോട്ട് സെറ്റ് കൺസെപ്റ്റിലൊക്കെ അന്ന് വന്നിരുന്നില്ല ഒരു ഫാബ്രിക്, ബ്യൂട്ടിഫുൾ ഫാബ്രിക്. ആ ഒരു ഡിസൈനിൽ വന്നപ്പോൾ നിങ്ങൾ ദുപ്പട്ടയോട് കൂടി സെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു ഭംഗിയുള്ള ആ ഡിസൈൻ ഇങ്ങനെ വരുന്നു. അതിങ്ങനെ വലിയ പൂവായതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെടുത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് അത് ഭംഗി മനസ്സിലാവും. ഇതെങ്ങനെ. അപ്പോൾ ഇത് ടോപ്പ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. ടോപ്പ് ദുപ്പട്ടേനെ ബേസ് വെച്ച് നോക്കുമ്പോൾ അതാണ് ബോട്ടം വരുന്നത്. ഇത് ടോപ്പായിട്ടാണ് ഇതെങ്ങനെ വരുന്നത്. അപ്പം ഇത് ടോപ്പ് ആക്കേണ്ടവർക്ക് ഇങ്ങനെ ആക്കാം. അത് സെറ്റ് വൈസ് ആണ്. ടോപ്പ് ബോട്ടം ഏതെങ്കിലും ഒന്ന് രണ്ടും എടുക്കുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്കാം. ഇത് കണ്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട്, വൈറ്റ് ആയതുകൊണ്ട് ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഇതിങ്ങനെ സെറ്റ്. അപ്പോൾ സെറ്റ് വൈസ് ആണ്. ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം എങ്ങനെ എടുത്തിട്ട് 44 ഇഞ്ച് എടുത്ത് 120. ഇത് മാച്ചിങ് ദുപ്പട്ട ഇതാ വരുന്നു. ഇങ്ങനെ 270 റുപ്പീസ് ഇപ്പോൾ പീസ്. 270 രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 മീറ്റർ ആണ് മാത്രം. അപ്പോൾ 2.5 മീറ്റർ ടോപ്പ്, 2 മീറ്റർ ബോട്ടം, ഒരു ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ 810 രൂപയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. അങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. ഇനി ഇത് ഡിസ്ചാർജ് പ്രിൻ്റ്, അത് മറ്റേ കാണിച്ചിട്ട് ഇത് കാണിക്കാം. ക്യാമ്പ്രിക് ഇത് ആദ്യം നമ്മൾ കണ്ടത് നോർമൽ ക്യാമ്പ്രിക്. ഇനി അടുത്ത് വരുന്നത് നോർമൽ, അതായത് അതിൽ പ്രിൻറ്റിങ്ങിൻ്റെ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. മറ്റേ ഡിസ്ചാർജ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വേറെ ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ്. ഇതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി വരുന്നത് ഇത് ഇങ്ങനെ ഒരു ടോപ്പ് ആക്കേണ്ടവർക്ക് ഇങ്ങനെ ഒരു ടോപ്പ് ആക്കാം. 44 ഇഞ്ച് വിഡ്ത്ത് 120, 120. ഇനി ഇങ്ങനെ ഒരു ടോപ്പ് ആക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പ് ആക്കാം 120. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതല്ലെങ്കിൽ ഇത് 3 എണ്ണം കൂടുന്നതാണ് സെറ്റ്. ഏതെങ്കിലും 2 എണ്ണം എടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ബോട്ടം വെക്കാം. ഇങ്ങനെ ഇത് സെറ്റ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ബോട്ടം ആക്കണം. ഇങ്ങനെ എടുക്കാം. ഈ ഡിസൈൻ കറക്റ്റ് ഇങ്ങനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളതിൽ ഏതെങ്കിലും 2 എണ്ണം എടുക്കുക. അപ്പോൾ അതിനും 120 റുപ്പീസ്, 120 രൂപയാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇതൊരു 2.25, 2.30 തന്നെ ലെങ്ത്ത് വരിക. ഇങ്ങനെ വരുന്നു 270, 270 രൂപ. അപ്പോൾ നെക്സ്റ്റ് സെറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട. ടോപ്പും ബോട്ടം ദുപ്പട്ടയോട് കൂടി വേറെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതെങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണിച്ച ഐറ്റംസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ പേർക്ക് ഡ്രസ് കോഡിനായിട്ട് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. നമുക്ക് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രിൻറ്റുകൾ ഫോട്ടോ കാണിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കുറച്ച് അവകാശം ആവശ്യമായിരിക്കും വരും. അല്ലെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ഗോഡൗണിലുള്ളത് നോക്കിയിട്ട് അങ്ങനെ തരാനേ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇതിൽ ചിലപ്പോൾ നമുക്ക് നിങ്ങൾ 30 ആൾക്കൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓർഡേഴ്സ് ഇട്ടിൻ്റെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവില്ല, അവർക്ക് കൊടുക്കണമല്ലോ നമ്മൾ വീഡിയോ കാണിക്കുന്നത് കൊണ്ടാണ്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വരുന്നത്. കുറച്ചുകൂടി ഒരു പ്രീമിയം കോട്ടൺ ആണ്. ആ പ്രിൻറ്റിങ് മെത്തേഡിൽ വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി ഒരു പ്രീമിയം പ്രിൻറ്റ്സ് ആയിരിക്കും വരിക. മറ്റേ കുഴപ്പമുണ്ടാകുന്നുള്ളതല്ല, ഒരു പണത്തൂക്കം മുന്നിൽ, ഒരു നൂൽ തൂക്കം മുന്നിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് 140, 140 രൂപ. 44 ഇഞ്ച് എടുത്ത് അതിന് മാച്ചിങ് പ്ലെയിൻ വരുന്നു 120, 120 രൂപ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ 270, 270 രൂപ. ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൂ ഒക്കെ നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട് അല്ലേ. ബ്ലാക്ക് ഇപ്പോഴുണ്ട്, ബ്ലാക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ശരി പറഞ്ഞാൽ ഞാൻ ഈ ഷെൽഫിലുള്ള ഷോർട്ട്സ് എടുത്ത് നമുക്ക് ചെയ്തിടാം അല്ലേ. ഈ ഒരു
ഹോളി വീക്കിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്യാം. ഞാൻ പിന്നെ ഒരുപാട് അങ്ങോട്ട് ഷോർട്സ് കുറേയൊക്കെ ഐറ്റംസ് നിങ്ങൾ ചോദിച്ച് ഓരോന്നോരോന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഇത് വന്ന് നമുക്കിനി ഗുഡ് ഫ്രൈഡേ ലീവ് വരുന്നു, പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ പള്ളിപ്പോക്ക് കാര്യങ്ങളെല്ലാം കൂടെ തിരക്ക്, ഇവിടെ ഷോപ്പിലും കുറച്ച് പേര് ലീവ് ഉണ്ട്, അങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ടാണ്. ഇനി നമ്മളിതാ മൽച്ചന്തേരിയിലെ അടുത്ത പൂക്കാലം ഓരോ അടുത്ത വെറൈറ്റി വന്നിട്ടുണ്ട്. അതൊരു ഇനി ഒന്നും രണ്ടൊന്നല്ല 10 കളറിലാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ കളറുണ്ട്, സേഫിൻ്റെ കളറുണ്ട്, സൗജൻ്റെ കളറുണ്ട്, എല്ലാവർക്കും പറ്റുന്ന കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതേത് വേണമെന്ന് വെച്ചാൽ എടുത്തോളൂ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയിൽ ഇങ്ങനെ വരുന്നു വർക്ക്, നല്ല ഭംഗിയുള്ള വർക്ക് ആ ഒരു പാറ്റേണിൽ. ഇതെങ്ങനെ അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. ഇതങ്ങനെ വരുന്നു 360 റുപ്പീസ് പെർ മീറ്റർ, 360 രൂപ. ഈ സാരി ആയിട്ട് കട്ട് ചെയ്തിട്ട് സാരി ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതങ്ങനെ വരുന്നു 360. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 1.5 മീറ്റർ. പിന്നെ ഫുൾ ടോപ്പ് ഇതിൽ ചെയ്യാണ് നല്ലത്. ടോപ്പ് ഇതിൽ ചെയ്ത് ബോട്ടം ഇതാ പ്ലെയിനിൽ അങ്ങനെ വെച്ച് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ബോട്ടം ചെയ്യുക. ദുപ്പട്ട കൂടി വേണ്ടവർക്കാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് ദുപ്പട്ടയായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത് ടോപ്പും ബോട്ടവും നമ്മൾ പ്ലെയിനിൽ ചെയ്യുക, എന്നിട്ട് 2.25 മീറ്ററിൽ ദുപ്പട്ടയാക്കി എടുക്കുക. അത് നല്ല ഭംഗി ഉണ്ടാവും, സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു പീസ് വരുന്ന ഭാഗം യോക്ക് പോലെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ. ഇത് ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ ഇതെടുക്കുക, ഒരു 1.25 മീറ്റർ എടുത്താൽ നിങ്ങൾക്ക് ഫ്രണ്ട് പീസും നോർമൽ സൈസിന് ഫ്രണ്ട് പീസും സ്ലീവും കൂടെ കിട്ടും. എന്നിട്ട് ബാക്ക് പീസും ബോട്ടവും എല്ലാം കൂടെ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 1.25 മീറ്ററാണ് നോർമൽ ഒരു ബാക്ക് പീസിന് വേണ്ടി വരിക, വിതൗട്ട് സ്ലീവ് ആകുമ്പോൾ പ്ലെയിൻ എടുക്കേണ്ടത്. ബോട്ടം ചെയ്യാൻ 2 മീറ്റർ. അങ്ങനെ നോക്കി സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക്. അപ്പോൾ ഇനി മെസ്സേജ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് ക്വാണ്ടിറ്റി പറഞ്ഞ് മെസ്സേജ് ചെയ്യാം കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ജസ്റ്റ് റഫായിട്ടൊന്ന് പഠിച്ചിട്ട് അങ്ങനെ. നെക്സ്റ്റ് കളർ ഇതാ വരുന്നത്, നല്ലൊരു ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഓരോന്നിനും ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അല്ലേ, ഇപ്പോഴത്തെ കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ നാളെ മടക്കിക്കോളേ, ഉഷാറല്ലേ. ഇതല്ല നല്ല വശം മറ്റതാ, അപ്പോൾ തലകുത്തന്നെ വരുമല്ലേ. ഇങ്ങനെ വരും. ഇങ്ങനെ അപ്പോൾ ആ ഭംഗി അറിയുള്ളൂ. പിങ്ക് ലവേഴ്സിന് ഇങ്ങനെ ടോപ്പ്, അതിന് ബോട്ടം, ഇങ്ങനെ ഏതൊക്കെയാണ് ടോപ്പ് ഏതൊക്കെ പാൻറ്റുകൾ അങ്ങനെ വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. അതിൽ വരുന്നു ഇതിങ്ങനെ ടോപ്പും അതിന് പ്ലെയിൻ വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ 360 140 140 രൂപ 360 രൂപ. ഭംഗിയില്ല എംബ്രോയിഡറി. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ കളർ ഇതാ, നല്ല ഭംഗിയില്ല ബ്ലൂ ഷെയ്ഡിൽ വരുന്നു. ഇത് തല കുത്തനെയാണ് വരുന്നത്, അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട, അത് തിരിച്ച് പിടിച്ചും കറക്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ആ ബണ്ടിൽ മൊത്തം തിരിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ വരുന്നു. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിൽ. അപ്പോൾ ഏതേതാണോ നിങ്ങളുടെ ഫേവറേറ്റ് കളർ അതിൽ. ഇനി ഇതൊക്കെ കാണിച്ച് ഇത്രയൊന്നും കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഷോർട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ വരും, അത് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി സ്കിപ്പ് ചെയ്ത് കണ്ടോ. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളറിൽ പ്ലെയിനും വർക്കും 360 140. നെക്സ്റ്റ് നമ്മുടെ കിഡു പീച്ച് ഇങ്ങനെ വരുന്നു, നല്ല ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഡാർക്ക് പീച്ച്. അപ്പോൾ ഡാർക്ക് വേണ്ടവർക്ക് അത്, ലൈറ്റ് വേണ്ടവർക്ക് അത്, ഏത് കളറും 10 കളറ് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൽ കവർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ കളറും ഓൾമോസ്റ്റ്. ഇതിൽ റെഡും ബ്ലാക്കും വന്നിട്ടില്ല അല്ലേ, അങ്ങനെ വരുന്നു. ഇതങ്ങനെ വരുന്നു. പക്ഷെ ഇതിലൊക്കെ ഈ കളേഴ്സ് കളർഫുൾ ആയിട്ടിരിക്കുകയായിരിക്കും ഭംഗി. ഇങ്ങനെ ഇനി നെക്സ്റ്റ് ഇതൊരു ഓഫ് വൈറ്റ്, ഒരു ക്രീം കളർ എന്ന് പറയാം, ഒരു ഓഫ് വൈറ്റിൻ്റെ കുറച്ചുകൂടെ ഒരു യെല്ലോയിഷ് കളർ വരുന്ന ആ ഒരു കളറ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരും വർക്ക്. അപ്പോൾ ഏതേത് കളർ വേണമെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ള കളറ് 360. അതിന് മാച്ചിങ് പ്ലെയിൻ വരുന്നു 140 140 രൂപ. ഇങ്ങനെ വരുന്നു. അത് അടുത്തത് വരുന്നു ഇങ്ങനെ നല്ല ഭംഗിയുള്ള നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ കളർ അല്ലേ, നമ്മുടെ ചെറുപയർ വെച്ചയുടെ കളർ അല്ലേ, ഇങ്ങനെ വരുന്നു. അപ്പോൾ തിരിഞ്ഞു പോയി, കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. കാണുമ്പോൾ അങ്ങനെ വരുന്നു 360 140. അപ്പോൾ ടോപ്പ് എത്ര ബോട്ടം എത്ര എന്നൊക്കെ കറക്റ്റ് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക കേട്ടോ. പുതിയ ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് വരുമ്പോഴേ നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പരിചയക്കുറവുള്ളവരൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക, അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. പിന്നെ ഈ മൽച്ചന്തേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാമെന്നൊക്കെ, മെഷീൻ വാഷ് ഒരു കാരണവശാലും ചെയ്യരുത്. ഹാൻഡ് വാഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും കെയർഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുക. മൈൽഡ് നമ്മൾ സോപ്പ് പൊടിയിലും ലിക്വിഡിലൊന്നും ലാഭം നോക്കരുത്, അതിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രീക്വൻ്റ്ലി ഒരുപാട് വാഷ് ചെയ്ത് അങ്ങനെ ആക്കാതിരിക്കുക. ഇങ്ങനെ വരുന്നു. ഇപ്പോൾ തിരിഞ്ഞാ പോയേ, കുഴപ്പമില്ല. 360 360 രൂപ. ഭംഗിയില്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ, അതിനും ചേരുന്ന ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് 140. ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് വരുന്നു യെല്ലോ അത് കറക്റ്റാണ്. ഹൽദി ഇങ്ങനെയാണ് വരിക. അതിൻ്റെ അകം പുറം മാറിയിട്ടുണ്ട്, പക്ഷേ ഇതാണ് കറക്റ്റ് വേഗം.
ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന വർക്ക്, നല്ല ഭംഗിയിലെ വർക്ക്. ഹൽദി ഫംഗ്ഷനൊക്കെ ഉള്ളവർക്ക് ഇതാ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം. നല്ല ഒരു ഫാബ്രിക്കാണിത്. 360 അയൺ ചെയ്യുമ്പോൾ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. അങ്ങനെ വരുന്നു. ഇതിന് കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അയൺ ചെയ്യണേ. അങ്ങനെ വരുന്നു. മൽച്ചന്തേരി 360 140. ഈ ഗ്രീനിൽ അടുത്ത ഷെയ്ഡ്. ആദ്യം കണ്ട ഗ്രീനും ഈ ഗ്രീനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. അതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ, ചെറുപയർ പച്ച ഡാർക്ക്. ഇതതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വരും. ഒരു ഒലിവ് ഗ്രീൻ്റെയും പാരറ്റ് ഗ്രീൻ്റെ ഇടയിൽ വരുന്ന സുന്ദരി ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രീൻ കളറാണ് ഇത് വരുന്നത്. അപ്പോൾ ഏത് ഗ്രീൻ വേണം എന്നൊക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ കാണിച്ചതിൽ ആ ലേസ് വർക്ക് വരുന്ന മൽച്ചന്തേരി അതിൽ 6 കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് വരാനുള്ള സാവകാശം വേണേ. അപ്പോൾ വെയിറ്റ് ചെയ്തവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റ് ചെയ്തവർക്കൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അത് വീണ്ടും കഴിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ചില കളേഴ്സ് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ വരുന്നു 360 140. പിന്നെ പിങ്ക് ബ്ലോസത്തിൽ കാംബ്രിക് കോട്ടണിൽ പിങ്ക് കളറിൽ നമുക്ക് ഫാബ്രിക് കഴിഞ്ഞു, ദുപ്പട്ടയും കഴിഞ്ഞു. അതേ സെയിം വർക്ക് മൽക്കോട്ടണിലുണ്ട്, കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാംബ്രിക് കോട്ടൺ വേണ്ടാത്തവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് എടുത്തുകൊണ്ടല്ലോ. മൽക്കോട്ടണിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ അന്ന് സൺഡേ വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നു. അത് മറ്റേ കാംബ്രിക്കാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ അത് ദുപ്പട്ടയല്ല ഫാബ്രിക്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് മാറ്റി തരും അവർ. കാംബ്രിക്ക് കഴിഞ്ഞവർക്ക് പേയ്മെൻറ്റ് ചെയ്തവർക്ക് അത് വേണമെങ്കിൽ എടുക്കാം. അതിൽ വർക്ക് വരുന്നത് അവിടെ ഉണ്ട്. ബണ്ടിൽ കട്ട് ചെയ്തതായിരിക്കും, എന്നാലും കുഴപ്പമില്ല. വൃത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുവന്നോളൂ. കാണിച്ച് വേണ്ടവർക്ക് എടുക്കാമല്ലോ. ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതും 360. അതിൽ പിങ്കിലെ ദുപ്പട്ട കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 2 കളേഴ്സിലും ദുപ്പട്ട ഉണ്ടാവും. അപ്പോൾ അത് പകരം എടുക്കാൻ പറ്റുന്നവരെടുത്ത് നമ്മൾ നോക്കിയിട്ട് ഇനി നോക്കട്ടെ. പേയ്മെൻറ്റ് കൊടുത്തവർക്ക് ഇനി ഒരുപാട് പെൻഡിങ് ഉണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാം. പക്ഷെ ചെയ്തു വരാൻ കുറച്ച് അവകാശം വേണ്ടി വരും കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടുള്ളവരൊന്ന് കൺഫേം ചെയ്ത് പറഞ്ഞോളേ. അപ്പോൾ ഇത് 360 140. അപ്പോൾ ഇതിൽ ഈ കളറിലൊക്കെ നമ്മൾ അന്ന് ലേസ് വർക്ക് വന്നത് അന്ന് കഴിഞ്ഞ സൺഡേ കാണിച്ച ലേസ് വർക്കുള്ള ചന്തേരിയില്ലേ, അത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് വരുമ്പോൾ അത് കിട്ടും കേട്ടോ. അത് പിങ്ക് ഗ്ലോസ് ഇത് ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി. ഇത് നമ്മൾ സൺഡേ വീഡിയോയിൽ ഞാൻ കാണിച്ചത് കാംബ്രിക്കിൽ വർക്കായിരുന്നു. അതിൽ ദുപ്പട്ട മൽക്കോട്ടണിൽ. ഇതുണ്ടോ, ഇത് മൽക്കോട്ടണിലാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക്. ഒരു ബണ്ടിലേ ഉള്ളൂ ഇതിൽ. വരും ഇത് കഴിഞ്ഞ്. പക്ഷേ സമയം ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഗ്യാസ് പ്രശ്നം കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ ഡൈയിങ് എംബ്രോയ്ഡറി ടീമുകളൊക്കെ നാട്ടിൽ പോക്കും ഒക്കെ ആയിട്ടേ ലേബർ ഷോർട്ടേജ് വരുന്നുണ്ട്. അതുകൊണ്ട് വർക്കൊക്കെ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. പൊതുവേ കോട്ടണ് മൊത്തത്തിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇതിന് വേണ്ടവർ പറഞ്ഞോളൂ. ഇതിന് 270 അല്ലേ, 270. മറ്റേ 280 ആയിരുന്നു അല്ലേ, സെയിം. ഇത് ബ്രോട്ടോ ദുപ്പട്ട അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ ഉണ്ടാവും അല്ലേ. പ്ലെയിൻ ഉണ്ട്, നമുക്ക് പ്ലെയിൻ മൽക്കോട്ടൺ പ്ലെയിനും ഉണ്ട് കേട്ടോ 120. അപ്പോൾ ഇതങ്ങനെ. അപ്പോൾ അത് വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടുവേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ മൽക്കോട്ടൺ കണ്ടു, മൽച്ചന്തേരി കണ്ടു, 4 വെറൈറ്റിയിൽ. ആദ്യം നമ്മൾ കാംബ്രിക് കോട്ടൺ 3 പീസ് സെറ്റ് കണ്ടു. ഇത് നമ്മൾ 40 കോട്ടൺ, വീണ്ടും ഒരു കുറഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നത്. ഈ 40 കോട്ടൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ തിക്ക് കോട്ടൺ ആയിരിക്കും. നമ്മൾ ജയ്പൂർ കോട്ടൺ അത് ജയ്പൂർ ബേസ്ഡ് പ്രൊഡക്ഷൻ, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിന് നമ്മൾ ഇതുണ്ടോ, 1 സൈഡ് പ്രിൻ്റ് വരുന്ന, കുറച്ച് ലൈനിങ് ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം തിക്നെസ് ഉള്ള നല്ല പ്യുവർ കോട്ടൺ. പിന്നെ അതിൻ്റെ ഡിമെറിറ്റ് പറഞ്ഞാൽ കുറച്ചുകൂടി കളർ ലീക്കിംഗ് ടെൻഡൻസി കുറച്ച് കൂടുതലുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമെന്നല്ല, പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. എന്നാലും ഓരോ ഫാബ്രിക്കും അതിൻ്റെ ഡൈ ടു ഡൈ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ കോർണറിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്യുക. കളർ ലീക്കിംഗ് ഉണ്ടെങ്കിൽ കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക. പിന്നെ കളർ ഗാർഡ് എപ്പോഴും കോട്ടൺ ഫസ്റ്റ് വാഷിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കളർ ഒക്കെ ഡ്യൂറബിലിറ്റിക്കും ഒക്കെ നല്ലത്. അപ്പോൾ നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു. 100 rupees per meter, 100 രൂപ. 40 കോട്ടൺ എന്ന് പറഞ്ഞാൽ അത് തിക്ക് ടൈറ്റ്ലി വൂവൺ കോട്ടൺ ആണ്, ഒന്നുകൂടി ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സെറ്റായി ടോപ്പ് ബോട്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പ് ഇഷ്ടമുള്ളത് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് സിംഗിളായിട്ട് നൈറ്റിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 100 rupees. ഇത് വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക, ഇത് വേണ്ടവർ ഇത് അയയ്ക്കുക. ഇനി സെറ്റായിട്ട് ടോപ്പും ബോട്ടം വേണ്ടവരാണെങ്കിൽ അങ്ങനെ അയയ്ക്കുക. ഇനി അടുത്ത കളർ ഇതാ വരുന്നു, യെല്ലോ. ഇതും 40 കോട്ടൺ ആണ്, തിക്ക് കോട്ടൺ. ഇങ്ങനെ വരുന്നു. 100 rupees per meter, 100 രൂപ. അതിലിത് അടുത്ത പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു, 100 rupees. അപ്പോൾ ടോപ്പ് ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, കോഡ് സെറ്റ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ. ഇനി നമ്മുടെ കാംബ്രിക് കോട്ടൺ ആണ്. കാംബ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് കോട്ടണിൽ ഒന്നും കൂടെ പോളിഷ്ഡ് ത്രെഡ്സ് ആയിരിക്കും, അതാണ് അതിൻ്റെ വ്യത്യാസം. അതിനൊന്നും കൂടെ ഫിനിഷിങ് കൂടും, ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിലും
ടു പീസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇപ്പോൾ നൈറ്റി ചെയ്യേണ്ടവർക്കാണെങ്കിലും ഇത് നൈറ്റിക്കായിട്ട് 3 മീറ്റർ എടുത്തിട്ട് ഇതൊരു 30 സെൻറ്റിമീറ്റർ എടുത്ത് യോക്ക് പോലെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി സിംഗിളായിട്ട് ടോപ്പ് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഓരോന്ന് കണ്ട് ഇതിൽ ഈ ഒരു ഫസ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു 120 120 രൂപ. നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു 120. ഇനി അതിൽ അടുത്ത കളറ് നല്ല ഒരു ബ്രിക്ക് റെഡ് കളറില്ലേ ഇങ്ങനെ വരുന്നു 44 ഇഞ്ചിനാണ് എടുത്ത് 120. അതിലിത് അങ്ങനെ വരുന്നു അടുത്ത പ്രിൻ്റ് 120. ഇങ്ങനെ സെറ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെ 120. നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു 120. ഇങ്ങനെ വരുന്നു 120. സെറ്റായിട്ട് വരുമ്പോൾ 120. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ പെസഹ. അപ്പോൾ ആ അവസാന അത്താഴത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പെസഹ ആചരണം നടത്തുന്ന ദിവസം പെസഹ ഇവിടെ ഷോപ്പ് ഉണ്ടായിരിക്കും. ഗുഡ് ഫ്രൈഡേ നമുക്ക് ലീവായിരിക്കും കേട്ടോ, ഷോപ്പ് ലീവായിരിക്കും. ജംജൂമിലെ ഔട്ട്ലെറ്റും ലീവായിരിക്കും കേട്ടോ. അപ്പോൾ ഓൺലൈനിലും നമ്മൾ കസ്റ്റമർ കെയർ ഒന്നും അറ്റൻഡ് ചെയ്യാൻ ആരുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി വീഡിയോസ് ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. വീഡിയോസ് ഷോർട്സും ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ഗ്യാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.